ഇതാ നമ്മൾ നേരത്തെ പുനർജനി കേസിൽ വി ഡി സതീശൻ കുറ്റവിമുക്തനാക്കപ്പെടുന്നു അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. സന്തോഷ് ഈപ്പൻ ആണ് ഈ കേസിലെ 1-ാം പ്രതി. സന്ദീപ് നായർ, സരിത്, സ്വപ്ന സുരേഷ് എന്നിവരും പ്രതികൾ ആണ്. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ചില പേരുകൾ ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണല്ലോ. അഭിലാഷ്, ഇത് 1-ാം ഘട്ട കുറ്റപത്രമാണ് CBI സമർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ 6 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 1-ാം പ്രതി എന്ന് പറയുന്നത് സന്തോഷ് ഈപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി സെയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് 2-ാം പ്രതി. 3-ാം പ്രതി അത് ലൈഫ് മിഷനാണ്. സർക്കാരിൻ്റെ ഭവന പദ്ധതിക്ക് അടക്കം നേതൃത്വം നൽകുന്ന ലൈഫ് മിഷനാണ് 3-ാം പ്രതി സ്ഥാനത്തുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിലടക്കം പ്രതിയായിട്ടുള്ള സന്ദീപ് നായരാണ് ഇതിൽ 4-ാം പ്രതിയായിട്ട് വരുന്നത്. ഒപ്പം തന്നെ കോൺസുലേറ്റിൻ്റെ PR ആയിരുന്ന സരിത 5-ാം പ്രതിയായിട്ട് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പ്രതികൾ, അതോടൊപ്പം തന്നെ 6-ാം പ്രതിയായി സ്വപ്ന സുരേഷും വരുന്നു എന്നാണ് നിലവിൽ കൊടുത്തിരിക്കുന്ന പ്രതിപട്ടികയിലുള്ളത്. അതോടൊപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കർ IAS അദ്ദേഹവും, അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ CEO ആയിരുന്ന അക്കാലത്ത് CEO ആയിരുന്ന UV ജോസ്, ഇവരുടെ ഒരു ചോദ്യം ചെയ്യൽ മറ്റ് നടപടിക്രമങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിലെ അന്വേഷണം നടപടികൾ തുടരുകയാണ്. അതിനർത്ഥം ഇവരിതിൽ പ്രതികളാണ് എന്നതല്ല, ഇപ്പോൾ പ്രതികളല്ല അല്ലെങ്കിൽ ഇനി ആവാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കുന്നവരാണ്. കാരണം ഇതുവരെ നടപടിക്രമങ്ങളടക്കം തുടരുകയാണ്. 2-ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ഇവർ പ്രതികൾ ആണോ അല്ലയോ എന്ന് നമുക്ക് തീർച്ച പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ ഒരു സാങ്കേതികത്വം കൂടി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. കാരണം ഈ ലൈഫ് മിഷൻ കേസുമായി മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശിവശങ്കറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്നതുകൊണ്ട് പല ഫയലുകളും ലഭ്യമല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എന്നതുകൂടി ഈ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇത് അതായത് ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട പേരുകൾ തീർച്ചയായും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വാർത്തകൾ പുറത്തു വന്നതാണ്. അന്ന് ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് ഈ ഡാനി സൂചിപ്പിക്കുന്ന പേരുകളൊക്കെ. അതുകൊണ്ടാണ് ആ പേരുകളിലേക്ക് തന്നെ എത്തുന്നു അല്ലെങ്കിൽ എത്തും എന്നത് ഏതാണ്ട് ഉറപ്പിക്കാം അല്ലേ? ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കാരണം ഇവരുടെ ഒരു അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മാത്രം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവർക്കെതിരെയുള്ള അന്വേഷണം നടക്കുക തന്നെയാണ്. കാരണം ഫയലുകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെ ഈ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടും, അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻ തുകയെന്ന് ഇവർ പറയുന്ന എന്നാൽ അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്ന ഈ പണത്തിൽ ഇവർക്ക് എന്തുമാത്രം പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും വേണം. ഒപ്പം തന്നെ സൂചിപ്പിക്കട്ടെ, ഇതിൽ 21 കോടി രൂപയാണ് UAE റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ജീവകാരുണ്യ സംഘടന 21 കോടി രൂപയാണ് പ്രളയബാധിതർക്ക് അവർക്ക് ഭവന സമുച്ചയവും അതോടൊപ്പം തന്നെ ആശുപത്രിയും പണിയുന്നതിന് വേണ്ടി കൈമാറുന്നത്. അത് ലൈഫ് മിഷനാണ് കൈമാറുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടനിലക്കാരായി വർത്തിച്ചുകൊണ്ടാണ് ഈ പ്രതികളെല്ലാവരും തന്നെ കമ്മീഷൻ തുകയായിട്ട് 4 കോടി രൂപ ഇവർ കൈപ്പറ്റി എന്നതാണ് അറിയാനായിട്ട് ഇതിൽ CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 4 കോടി രൂപയ്ക്ക് പുറമെ 5 കോടി രൂപ ലാഭവിഹിതം എന്ന പേരിൽ തന്നെ സന്തോഷ് ഈപ്പനും കൈപ്പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് തുകകളും ഇവർ കൈപ്പറ്റിയിരിക്കുന്നു. ആകെ 11 കോടി രൂപ ഈ ഇനത്തിലായിട്ട് ഈ 21 കോടിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് CBI പറയുന്നത്. 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ 21-ൽ 10 കോടി രൂപ മാത്രമാണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന വലിയ അഴിമതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും ഇവർ ആസൂത്രിതമായും നടപ്പാക്കിയെന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. ഏതായാലും 1-ാം ഘട്ട കുറ്റപത്രം എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇനി അത് വിചാരണ നടപടികളിലേക്ക് അടക്കം നീങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് 2 പേർക്കെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ, അതോടൊപ്പം ലൈഫ് മിഷൻ്റെ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെയുള്ള അന്വേഷണവും തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇവർ പ്രതികളാണോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക. എന്നാലും വളരെ വിവാദമായ ഒരു കേസിൽ ഇപ്പോൾ നാളുകൾക്ക് ശേഷം ഇപ്പോൾ 1-ാം ഘട്ട കുറ്റപത്രം CBI സമർപ്പിച്ചിരിക്കുന്നു. അഭിലാഷ്, എന്തായാലും ഇന്ന് ഈ 1-ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് നമ്മൾ ആരംഭിച്ചത് തന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമല
ദുരന്തത്തിൻ്റെ 2ാം വാർഷികത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു. അവിടുത്തെ പുനരധിവാസം ഉൾപ്പെടെ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിച്ചത്. എങ്കിൽ ഇപ്പോഴിതാ ഈ ലൈഫ് മിഷൻ പദ്ധതി എന്നത് 2018 പ്രളയത്തെ തുടർന്ന് അതിൻ്റെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു. വടക്കാഞ്ചേരിയിലായിരുന്നു ആ പദ്ധതി. റെഡ് ക്രസൻറ്റ് എന്ന ഏജൻസിയുടെ ഭാഗമായി പണം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അവിടെയാണ് ഈ തരത്തിൽ, അതായത് ഒരു ദുരന്തത്തെ എങ്ങനെ വരുമാന മാർഗമാക്കി മാറ്റുന്നു, അതിലെങ്ങനെയാണ് അഴിമതി നടത്തുന്നത്, അതിൽ പോലും കമ്മീഷൻ തട്ടുന്ന തരത്തിലേക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതൊക്കെയാണ് ഈ അന്വേഷണത്തിലേക്ക് വന്നത്. അതുമാത്രമല്ല, ഈ വിവാദങ്ങളെ തുടർന്ന് ആ പദ്ധതി പോലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു ദുരന്തത്തിൻ്റെ വാർഷിക ദിനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് എന്നത് യാദൃച്ഛികമാകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.